45 വള്ളങ്ങൾ അവിടെ നിന്ന് അലങ്കരിച്ച് ഇവിടെ വരുന്ന ഒരു വലിയ ചടങ്ങ്, ഘോഷയാത്ര പോലെ വെള്ളത്തിൽ വള്ളങ്ങൾ വരുന്ന ഒരു കല്ലടയാറിന്റെ തീരത്ത് കുടികൊള്ളുന്ന വനദുർഗ എന്ന ഒരു ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠ. ഭയങ്കര ശക്തിയാണ്, ശക്തി സ്വരൂപിണിയാണ്. ആരെന്താവശ്യപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചാലും അമ്മ ആ കാര്യം സഹായിച്ചു കൊടുക്കും. എനിക്ക് ചില വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് മാനുവേലി ഭഗവതിയുടെ അടുത്ത് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് അതെല്ലാം എനിക്ക് ഉദ്ദിഷ്ടമായി നടന്നിട്ടുണ്ട്. പ്രത്യേക വിശ്വാസം എനിക്ക് ഈ ക്ഷേത്രത്തോടുണ്ട്. 40 പേരും വള്ളത്തിന്റെ ദീപക്കാഴ്ച ഉണ്ടായിരുന്നു. പറഞ്ഞാൽ വലിയ ക്ഷേത്രങ്ങളിൽ വരുന്നതിനപ്പുറം ആ രീതിയിലാണ് ജനങ്ങൾ ഇവിടെ എത്തുന്നത്. 9 വെള്ളിയാഴ്ച വ്രതം നോക്കി വരുമ്പോൾ അതിന് ഫലം ഉണ്ടാകുന്നു. ഇത് ഇവിടേക്ക് വരേണ്ട വഴി എന്ന് പറയുമ്പോൾ നമുക്ക് കൊട്ടാരക്കരയിൽ നിന്ന് അടൂരിൽ നിന്ന് വരികയാണ് പുത്തൂർ മുക്കിൽ വന്നിട്ട് നേരെ ആറാട്ടുപുഴ റൂട്ടിലോട്ട് വരണം. ഏകദേശം ഒരു 2.5 കിലോമീറ്റർ വരുമ്പോൾ പിന്നെ പട്ടാഴി ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം എന്ന ഒരു ബോർഡ് കാണും. അപ്പോൾ അത് കഴിഞ്ഞ് അല്പം മുമ്പോട്ട് വരുമ്പോൾ ഒരു ടേണിങ്ങിൽ ഇടത്തോട്ടുള്ളൊരു വഴിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അത് പിന്നെ അതുപോലെ തന്നെ പത്തനാപുരത്തു നിന്നൊക്കെ വരുന്നവർ പട്ടാഴി ക്ഷേത്രത്തിൽ നിന്നും ആറാട്ടുപുഴ വന്നിട്ട് പുത്തൂർ മുക്ക് റൂട്ടിൽ വരുമ്പോൾ ഇതേപോലെ തന്നെ വിരുത്തി ജംഗ്ഷനിൽ നിന്നും ആ കയറ്റം കയറി വലത്തോട്ട് തിരിയുമ്പോഴാണ് ഇവിടെ ഒരു പാറക്കുളം ഒക്കെ ഉണ്ട്. ഇവിടെ നല്ല ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒഴുക്കില്ല. ഈ ഇത്രയും വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒഴുക്ക് വരികയല്ല. അതൊരു പ്രത്യേകത. ഈ ഭാഗത്ത് ഒഴുക്കേ ഇല്ല. ഇവിടെ മണപ്പുറമായിരുന്നു. ഈ ആറേക്ക് മൊത്തം മണപ്പുറമായിരുന്നു. ആ മണപ്പുറത്ത് പണ്ടുള്ളവർ വെറ്റക്കെട്ടും പൊയിലൊക്കെ കൊണ്ടുവച്ചിട്ട് വീട്ടിലെ കല്യാണ ആവശ്യത്തിനും ഉള്ള പാത്രങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ തെളിയിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു പണ്ടേ കാലത്ത്. എൻ്റെ അച്ഛൻ്റെയൊക്കെ കാലത്ത് കല്യാണ ആവശ്യത്തിനുള്ള സർവ്വപാത്രങ്ങളും മണപ്പുറത്ത് വെച്ച് കൊടുക്കും. പിറ്റേന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് തേച്ച് മുഴക്കി ആ മണപ്പുറത്ത് കൊണ്ടുവച്ചാൽ മതി. അങ്ങനത്തെ സമയം ഉണ്ടായിരുന്നു. ഇപ്പം അതിലൊരു പാത്രം ആരും അടിച്ചു മാറ്റി പിന്നെ കൊടുത്തിട്ടുമില്ല. ഈ ജലത്തിനടിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു. ജലത്തിനടിയില്ലേ എന്നുവെച്ചാൽ ഇത്രയും വീതിയില്ലായിരുന്നു അന്ന് ആറിനെ. ഓഹോ. ആലും മാവും ഉണ്ട്. ആത്മാവാണല്ലേ? ആലും മാവും ഉണ്ട്. അതുകൊണ്ട് ആ തൊട്ടി കെട്ടിയിരിക്കുന്ന അനേകം ആൾക്കാർക്ക്, കുട്ടികളില്ലാത്ത അനേകം ആൾക്കാർക്ക് 9 വെള്ളിയാഴ്ച വ്രതം നോക്കി വരുമ്പോൾ അതിന് ഫലം ഉണ്ടാകുന്നു. 9 വെള്ളിയാഴ്ച മുടങ്ങാതെ വെള്ളിയാഴ്ച വ്രതം നോക്കുന്നുണ്ട്. 9 വെള്ളിയാഴ്ച മുടങ്ങാതെ വന്ന എന്ത് നമ്മൾ ആവശ്യപ്പെട്ടാലും 9 വെള്ളിയാഴ്ച ചെയ്യാൻ കാര്യം സാധിച്ചു. ഉദ്ദിഷ്ടകാര്യം സാധിക്കും. ഞാനൊരു ജനപ്രതിനിധി ആയ ശേഷമാണ് അന്ന് മത്സരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് ഇവിടുത്തെ ഒരു പ്രദേശവാസിയായ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത്. ഇലക്ഷന് മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിൽ വരികയും ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ദിവ്യാശാൻ അദ്ദേഹത്തെ കാണുകയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ നോമിനേഷൻ പോലും കൊടുത്തത്. അപ്പം അതിനുശേഷം എനിക്കെന്തോ ഒരു പ്രത്യേക വിശ്വാസം എനിക്ക് ഈ ക്ഷേത്രത്തോടുണ്ട്. അത് മാത്രമല്ല, അന്ന് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ലൈറ്റൊന്നുമില്ല ഈ ക്ഷേത്രത്തിൽ. കാരണം കറണ്ടില്ല. കാരണം ഇത്രയും ദൂരം ഉണ്ടായതുകൊണ്ട് കറണ്ടൊന്നുമില്ല. അന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിയിച്ചതാണ് ഒരു വെട്ടം കൊടുക്കാൻ. അപ്പോൾ അങ്ങനെയാണ് സോളാർ ലൈറ്റ് ഞാനിവിടെ സ്വന്തമായിട്ട് തന്നെ സ്ഥാപിച്ചു കൊടുത്തു. അന്ന് നമ്മുടെ ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി, അന്ന് MLA ആയിരുന്നു, അദ്ദേഹം ഇവിടെ വന്ന് അത് സ്വിച്ച് ഓൺ ചെയ്ത് പോയി. അതിനുശേഷം ഇവിടെ വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് ഈ റോഡ് വളരെ മോശപ്പെട്ട രീതിയിൽ, തൊട്ടപ്പുറത്ത് പാറവലയാണ്, റോഡായിരുന്നു. അപ്പോൾ അങ്ങനെ ദിവ്യാശാൻ എന്നോട് പറയുക റോഡ് ഇറങ്ങി പോകുന്നതിന് മുമ്പ്, അപ്പോൾ ഞാൻ എൻ്റെ കാലാവധി പൂർത്തീകരിക്കാൻ സമയമായി, ഒരു 6-7 മാസം കൂടെ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ ഇത് ചെയ്യണമെന്ന്, റോഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ചെയ്തു കൊടുത്തു. പിന്നെ എനിക്ക് എന്തോന്നറിയത്തില്ല, ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം എന്ത് കാര്യങ്ങളും, എനിക്ക് ചില വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് മാനുവേലി ഭഗവതിയുടെ അടുത്ത് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് അതെല്ലാം എനിക്ക് ഉദ്ദിഷ്ടമായി നടന്നിട്ടുണ്ട്. അത് എൻ്റെ വിശ്വാസമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ക്ഷേത്രത്തോട്, അപ്പം ഞാൻ തന്നെ ഇവിടെ അന്ന് മുതലേ ഇവിടുത്തെ ആശാനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ക്ഷേത്രം ഒന്ന് പുതുക്കി പണിയണമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞേക്കുന്നത് ദേവപ്രശ്നം വെക്കാൻ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ദേവപ്രശ്നം വെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഇപ്പോൾ ഇവിടുത്തെ ഉത്സവം തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് 4 വർഷമായിട്ട് ഞാനാണ് ഇവിടുത്തെ അന്നദാനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ വർഷവും ഞാൻ തന്നെയാണ് അന്നദാനത്തിൻ്റെ ഉദ്ഘാടനം. അത് ഞാൻ തന്നെ പറഞ്ഞു, വേറെ ആരെങ്കിലുമൊക്കെ മാറ്റി വിളിക്കാൻ പറഞ്ഞപ്പം ആശാനും ഇവിടുത്തെ ഭാരവാഹികൾ എന്നെ തന്നെയാണ് ഈ വർഷവും വിളിച്ചേക്കുന്നത്. പ്രത്യേകമായ സന്തോഷമുണ്ട്. കാരണം ഒരു ക്ഷേത്രത്തിൽ അന്നദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയൊരു എന്താ പറയുക കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ വർഷവും ഫെബ്രുവരി മാസം 12-13 തീയതികളിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കല്ലടയാറാണ് ഈ ഒഴുകുന്നത്. വളരെ മനോഹാരിതയിൽ ഒഴുകുന്ന ഈ കല്ലടയാറിൻ്റെ തീരത്താണ് ഈ ഒരു കുഞ്ഞു ക്ഷേത്രം. പക്ഷേ ഈ കുഞ്ഞു ക്ഷേത്രമാണെങ്കിലും 13-ാം തീയതി ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനത്തിന് വരുമ്പോഴും അന്നത്തെ ഉത്സവത്തിനും
ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ ക്ഷേത്രങ്ങളിൽ വരുന്നതിനപ്പുറം ആ രീതിയിലാണ് ജനങ്ങൾ ഇവിടെ എത്തുന്നത്. നാനാജാതി മതസ്ഥരായ ആളുകളും എല്ലാം എത്തും. പണ്ട് കാലങ്ങളിൽ എൻ്റെ ഒരു കേട്ടറിവാണ്, അത് കടവാണ്. അവിടെ തൊട്ടപ്പുറത്ത് മൈലം പഞ്ചായത്തിന് അന്തമാൻ കടവാണ്. ഈ 2 കടവുകളിൽ നിന്നും വള്ളങ്ങളിലൊക്കെ ഈ അലങ്കരിച്ച് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് 45 വള്ളങ്ങൾ അവിടെ നിന്ന് അലങ്കരിച്ച് ഇവിടെ വരുന്ന ഒരു വലിയ ചടങ്ങ്, ഘോഷയാത്ര പോലെ വെള്ളത്തിൽ വള്ളങ്ങൾ വരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇപ്പം വള്ളങ്ങളൊന്നും ഇല്ല, കാരണം മണലുവാരൊക്കെ നിന്നതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ നല്ല രീതിയിലുള്ളൊരു ഉത്സവമാണ് ഇവിടെ ഗാനമേള ഉൾപ്പെടെ അങ്ങനെ കുഞ്ഞുങ്ങളുടെ നൃത്തങ്ങൾ ഉൾപ്പെടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും എനിക്ക് വിശ്വാസമുള്ളൊരു പിന്നെ ക്ഷേത്രം തന്നെയാണ് മാന്നുവേൽ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ക്ഷേത്രമായി തന്നെ ഇത് പണിഞ്ഞ് നാടിന് ഐശ്വര്യമായി, ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഒക്കെ നാടിൻ്റെ ഐശ്വര്യങ്ങളാണ്. ആ രീതിയിൽ ഈ ക്ഷേത്രം വളർന്നു വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുവാനും ആശംസിക്കുവാനും ഉള്ളത്.